ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പൂജയാണ്. നമ്മൾ വർഷത്തിൽ ഒരിക്കലാണ് ഈ പൂജ നടത്താറുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാവരും വരാൻ ശ്രമിക്കാറുണ്ട്. വർഷത്തിൽ ഒരിക്കലായതുകൊണ്ട് തന്നെ ഏകദേശം ഫാമിലിയിൽ എല്ലാവരും എത്താൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. സായു എല്ലാം കുറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. അവർ നല്ല കളിയിലായിരുന്നു. പിന്നെ ബാക്കി മുതിർന്നവരൊക്കെ അവിടെ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളും മറ്റും ചെയ്യുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുകയാണ്. പൂജ കാര്യങ്ങൾ ഫങ്ഷൻസ് കുടുംബത്തിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് മറ്റൊണ്ടൊന്നുമല്ല, നമ്മുടെ കസിൻസായിട്ട് റിലേറ്റീവ്സായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കുറേ കളി തമാശകളും മറ്റും പറയുമ്പോൾ നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും കൂടുന്ന ദിവസങ്ങൾ. ആ സമയങ്ങളിൽ മാക്സിമം ഞാൻ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു പ്രോഗ്രാമും നമ്മൾ ഒഴിവാക്കാതെ മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ പൂജയ്ക്ക് വേണ്ടി നട അടച്ചതായിരുന്നു. അപ്പോൾ നട തുറക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. നട തുറന്നാൽ മാത്രമേ നമുക്ക് തൊഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അതിനിടയിൽ ശംഖ് ഊതുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശംഖ് ഊതുന്ന പ്രാക്ടീസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. ഉണ്ണിയേട്ടൻ നന്നായിട്ട് ഊതുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പൂജ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പൂജയ്ക്ക് ശേഷമാണ് നട തുറക്കുക. നട തുറന്നാൽ മാത്രമേ നമുക്ക് തൊഴുകാൻ പറ്റുള്ളൂ. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് നട തുറന്ന് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ്, ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ പ്രതിഷ്ഠാദിനം ഉണ്ടാകാറുള്ളത്. അപ്പം നന്നായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു. എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.